വീണ്ടും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നത് ഓഹരി വിപണിയെ അടക്കം വലിയ പ്രതിസന്ധിയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ എണ്ണയുടെ വില വർധനവിന് കാരണമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനും യുഎസും ഇവിടെ തത്വത്തിൽ അംഗീകരിച്ച വെടിനിർത്തൽ ധാരണ അത് പൊളിയുന്നു എന്നതാണ് ഇവിടെ പുറത്തുവരുന്ന വിലയിരുത്തൽ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും ചൈന വൻതോതിൽ തന്നെ ഇറാന്റെ പക്കൽ നിന്നും എണ്ണ വാങ്ങുകയാണ്. ഇറാനിയൻ ലൈറ്റ് ഇനം എണ്ണ വിപണിയിലേക്ക് എത്താൻ ഉയർന്ന വില നൽകിയാണ് ചൈനീസ് സ്വകാര്യ കമ്പനികൾ ഇത് വാങ്ങുന്നത്. അതേപോലെ തന്നെ ബ്രെഡ് ക്രൂഡ് ഓയിലിന്റെ വിലയേക്കാൾ ബാരലിന് 1.5 മുതൽ $2 വരെയാണ് ചൈന അധികമായി നൽകുന്നത്. ട്രംപിന്റെ അടുത്ത മുന്നറിയിപ്പിനെയും വലിയ രീതിയിൽ തള്ളിയ ഇറാൻ ആകട്ടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതോടുകൂടി രാജ്യാന്തര ക്രൂഡ് ഓയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. US ക്രൂഡ് വില 2% വർദ്ധിച്ചു വീണ്ടും ബാരലിന് $100 തൊട്ടരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ തീരത്തെ ലാറക് ദ്വീപ് വഴി സൈന്യത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം കപ്പലുകൾക്ക് കടന്നു പോകാമെന്നതാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിലപാടായി തന്നെ സൂചിപ്പിക്കുന്നത്. ഇവിടെ വെച്ചാണ് കപ്പലുകളുടെ രജിസ്ട്രേഷൻ, ചരക്ക്, ജീവനക്കാരുടെ വിവരങ്ങൾ, ലക്ഷ്യസ്ഥാനം എന്നിവ IRGC പരിശോധിക്കുന്നതായും ഫീസ് ഈടാക്കുന്നതും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനുമതി ലഭിക്കുന്നവർക്ക് കടന്നു പോകാം. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ വലിയ രീതിയിൽ US-ന്റെ ഉപരോധം ഉള്ളതിനാൽ തന്നെ 2019 ശേഷം ഇന്ത്യ ഇറാന്റെ എണ്ണ വാങ്ങിയിരുന്നില്ല. അടുത്തിടെ തന്നെ ഇറാനിൽ നിന്ന് ഗുജറാത്തിലെ വാഡിനാർ തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിയൻ എണ്ണയുമായി എത്തിയ കപ്പൽ അവസാന നിമിഷം അവിടെ വഴിതിരിച്ച് ചൈനയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇന്ത്യ ഇറാനിയൻ എണ്ണ വീണ്ടും അത് വാങ്ങി തുടങ്ങിയെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരണം നടത്തിയിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധം താൽക്കാലികമായി തന്നെ വെടിനിർത്തൽ നടപടിയോടുകൂടി തന്നെ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലികമായ ശാന്തി ഉണ്ടാകുമെന്നും ഉണ്ടാകുമെന്ന ഒരു രീതി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഇറാൻ തങ്ങളുടെ ആണവായുധ പരിപാടി അവസാനിപ്പിക്കുകയും ഹോർമുസിലൂടെ കപ്പലുകൾ സുരക്ഷിതമായി തന്നെ കടന്നു പോകുമെന്നും ട്രംപ് ഇവിടെ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തങ്ങൾ അടുത്ത ആക്രമണത്തിനായി തന്നെ കാത്തിരിക്കുകയാണ് എന്നും തൽക്കാലം വിശ്രമിക്കുകയാണ് എന്നതും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനിടെ തന്നെ ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വലിയ രീതിയിലുള്ള കടൽ മൈനുകൾ സ്ഥാപിച്ചതായി തന്നെ സൂചിപ്പിക്കുന്ന ഒരു ചാർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ചാർട്ടിൽ കപ്പലുകൾ കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വഴി വലിയൊരു ചുവന്ന വൃത്തം അവിടെ വരച്ചിരിക്കുന്നതായും ഇറാന്റെ ലാറക് ദ്വീപിനടുത്തുള്ള പ്രധാന ഭൂപ്രദേശത്തിന് സമീപത്തുള്ള കടൽ പാതയിലൂടെ തന്നെ കപ്പലുകൾ കൂടുതൽ വടക്കോട്ട് സഞ്ചരിക്കുന്നതായി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഇസ്രായേൽ ലെബനനിൽ തുടരുന്ന ആക്രമണവും US-ന്റെ ഭീഷണികളും അത് നിലനിൽക്കുന്നിടത്തോളം കാലം വെടിനിർത്തൽ കരാറിൽ ഇറാൻ ആശങ്ക രേഖപ്പെടുത്തി എന്നതാണ് ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.